पति ब्रह्मचारी। ഞാനൊരു ബ്രഹ്മചാരിയാ. ഒരു സ്ത്രീയുടെ സ്പർശമേൽക്കുന്നതോ അവരെ കാണുന്നത് പോലെ എനിക്ക് പാപമാണ്. ഇനി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞുവെങ്കിൽ തൊടാതെ ഞാൻ ഇവരുടെ നെറുകയിൽ എങ്ങനെയാണ് സിന്ദൂരം തൊട്ട് കൊടുത്തത്? ഞാൻ എവിടെ വെച്ചാണ് ഇവരുടെ കഴുത്തിൽ താലി കെട്ടിയത്? ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അച്ഛൻ കണ്ടായിരുന്നോ? ഇവിടെ കൂടി നിൽക്കുന്ന ആരെങ്കിലും ഞാൻ ഇവരുടെ കൂടെ മണ്ഡപത്തിൽ നിൽക്കുന്നത് കണ്ടായിരുന്നോ? ഇങ്ങനെയൊരു സംഭവം നടന്നതായി ഇവിടെയുള്ള ആരും നേരിട്ട് കണ്ടിട്ടില്ലാത്ത സ്ഥിതിക്ക് എങ്ങനെയാണ് സാക്ഷിയാവുന്നത്? പിന്നെ അച്ഛൻ എന്നെ ഒരിക്കലും മകനായിട്ട് അംഗീകരിച്ചിട്ടില്ലല്ലോ. നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന് അച്ഛൻ തന്നെ എല്ലാവരോടും പറയാറില്ലേ? അതുപോലെ തന്നെ ഞാനും പറയുന്നു, ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇനി അച്ഛൻ എന്നെ മകനായിട്ട് അംഗീകരിക്കുന്നെങ്കിൽ ഇവരുടെ എല്ലാവരെയും മുമ്പിൽ വെച്ച് പറയണം, അതെ ശരിയാണ്, നീ ഗുണ്ടയാണ്, വിഡ്ഢിയാണ്, നീ ചെയ്യുന്ന ഒന്നും ശരിയല്ല, അതിന് ഏതാണെങ്കിലും എങ്ങനെയാണെങ്കിലും നീ എന്റെ മകനാണെന്ന്. അല്ല നീ എന്താ ഇത്? എന്തോരോ നീ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ, അതിനൊന്നും നീ എന്നോട് അഭിപ്രായം ചോദിച്ചിട്ടില്ല. എന്റെ ആത്മാഭിമാനത്തിന് നീ ഒരു വിലയും നൽകിയിട്ടില്ല. ശരിയാണ്, ഞാൻ നിന്നെ ഒരിടത്തും എന്റെ മകനായിട്ട് അംഗീകരിക്കാൻ ഞാൻ മുതിർന്നിട്ടില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും എന്റെ ഉള്ളിന്റെ ഉള്ളിലൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. നീ ചെയ്ത പാപങ്ങളൊക്കെ മനസ്സിലാക്കി ഒരിക്കൽ നീ തിരുത്തുമെന്ന്. പക്ഷെ ശരിയായ നിന്റെ രൂപം ഇന്നാണ് പുറത്തു വന്നത്. ഞാൻ വിചാരിച്ചതിലും മോശമാണ് നീ. നിന്നിൽ നിന്ന് ഇങ്ങനെയൊന്നും ഞാൻ മുമ്പ് കണ്ടിട്ടില്ല. ഓ, ഇറങ്ങിപ്പോ. ഈ വീടുമായിട്ടുള്ള നിന്റെ സകല ബന്ധവും ഇന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിനക്കിനി ഇവിടെ സ്ഥാനമില്ല. കാരണം ഇന്ന് നീ ഒരു പെണ്ണിന്റെ ആത്മാഭിമാനത്തെയാ ചോദ്യം ചെയ്തത്. എന്റെ കുടുംബത്തിന്റെ അഭിമാനത്തെയാണ് നീ സംശയിച്ചത്. ഇവിടെയുള്ള എല്ലാവരും, നിങ്ങളെല്ലാവരും എന്റെ തീരുമാനത്തിന് സാക്ഷികളാണ്. ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ച് എന്റെ മകന്റെ ശേഷക്രിയകൾ ചെയ്തു കഴിഞ്ഞു. ഇന്ന്, ഈ ദിവസം, ഇപ്പോൾ ഈ നിമിഷം തന്നെ അരവിന്ദനായ എനിക്ക് ഈ നിൽക്കുന്ന സൂരജുമായിട്ട് ഇന്നു മുതൽ യാതൊരു ബന്ധവുമില്ല. എന്റെ മനസ്സിൽ നീ മരിച്ചു കഴിഞ്ഞു.
ഒരു അച്ഛനെയും മകനെയും എന്നേക്കുമായി തമ്മിൽ അകറ്റിയപ്പോ നിനക്ക് സമാധാനമായല്ലോ അല്ലേ? അച്ഛാ, അച്ഛാ പ്ലീസ് അച്ഛാ, അങ്ങനെ പറയരുത് പ്ലീസ്, പ്ലീസ് അച്ഛാ, അച്ഛാ. അച്ഛാ, അച്ഛൻ എന്നെ സ്വന്തം മകളായിട്ടല്ലേ കാണുന്നേ? അപ്പോഴേ മകളുടെ ഭർത്താവിനെ അകത്തേക്ക് കയറ്റാനുള്ള അനുവാദം തരണം പ്ലീസ്, പ്ലീസ് അച്ഛാ. അവിടെ നിൽക്ക്. മോണിക്ക, ആ തീപ്പെട്ടി എടുക്ക. അതിന്റെ ഒന്നും ആവശ്യമില്ല വല്യമേ. ജ്വലിക്കുന്ന ദീപത്തെക്കാൾ ബന്ധങ്ങൾക്ക് ആവശ്യം സ്നേഹമുള്ള ആശീർവാദങ്ങളാണ്. വല്യമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചാൽ മതി. വളരെ വിശേഷപ്പെട്ട ദിവസം ഇന്ന്. ഈശ്വരൻ എന്റെ മനസ്സിൽ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും സാധിച്ചു തന്നു. എല്ലാവരും കേട്ടോളൂ. അധികം വൈകാതെ തന്നെ സൂരജിന്റെയും ബിന്ദിയുടെ വിവാഹം നടക്കുന്നതാണ്. എന്റെ കൈകൊണ്ട് വിളക്ക് കൊടുത്ത് ഞാൻ എന്റെ മരുമകളെ വീട്ടിലേക്ക് കയറ്റുന്നതാണ്. അതിനധികമൊന്നും ഇനി കാത്തിരിക്കേണ്ടി വരില്ല വല്യമ്മേ. കാരണം എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ബിന്ദിയുടെ നെറുകയിൽ സിന്ദൂരം ചാർത്തിയിരിക്കും. എന്റെ പേര് കുത്തിയ താലി ഞാൻ ഇവളുടെ കഴുത്തിലും ചാർത്തിയിരിക്കും. ഏട്ടത്തി, ഇതിനർത്ഥം ബിന്ദയെ നമ്മള് ഏട്ടത്തിന്ന് വിളിച്ച് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങേണ്ടി വരുമെന്നാണോ? കഴുത്തി കിടക്കുന്ന താലിയുടെ ബലത്തിലല്ലേ നീ സൂരജിന്റെ ഭാര്യയാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? പക്ഷെ സൂരജ് നിന്നെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടേ ഇല്ല. അപ്പോ നിന്റെ ഈ കഴുത്തി കിടക്കുന്ന താലിക്ക് ഒരു പ്രസക്തിയില്ല. അതഴിക്ക്. അമ്മേ,
എന്റെ കഴുത്തിൽ നിന്നും ഈ താലി അഴിച്ചു മാറ്റാൻ ആർക്കും സാധിക്കില്ല. ഇനി മുതൽ ആ അവകാശം സൂരജിനുമില്ല. സൂരജിന് ചിലപ്പോൾ സംഭവിച്ചതൊന്നും ഓർമ്മ കാണില്ല, പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ വിവാഹം നടന്നു കഴിഞ്ഞു. ഞാനാണ് സൂരജിന്റെ ഭാര്യ. എന്നാ നീ സൂരജിന്റെ ഭാര്യയാണെന്ന് ആദ്യം നീ തെളിയിക്കേ. ഞാൻ നിനക്ക് സൂരജിന്റെയും ബിന്ദിയുടെയും വിവാഹം നടക്കുന്നത് വരെ സമയം തരാം. എന്നാൽ നിനക്കത് തെളിയിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ തന്നെ എന്റെ കൈകൊണ്ട് ഇവരുടെ കല്യാണം നടന്നതിന്റെ മധുരം നിന്നെ കൊണ്ട് കഴിപ്പിക്കും. അന്ന് നീ ഈ കഴുത്തിലെ ഈ താലി സ്വയം അഴിച്ച് സൂരജിന്റെ കയ്യിൽ കൊടുത്തിരിക്കണം. അങ്ങനെ എന്റെ സൂരജ് ബിന്ദിയുടെ മാത്രമായിരിക്കും. എന്റെ വിവാഹം നടന്നോ ഇല്ലയോ എന്ന് തെളിയിക്കേണ്ട എന്റെ കടമയാണ്. പക്ഷെ നീയും ഒരു കാര്യം തെളിയിക്കേണ്ടതായിട്ടുണ്ട്. അതായത് നിന്റെയും സൂരജിന്റെയും വിവാഹം നടക്കാൻ പോവുകയാണ്. ആർക്കറിയാം, ഒരു സുഹൃത്തെന്ന നിലയിൽ സൂരജ് നിന്നെ ദുരുപയോഗം ചെയ്യുന്നതല്ലെന്ന്. ഒരു കാര്യം തീർച്ചയാണ്, സൂരജ് എന്നെ ഭാര്യയായി അംഗീകരിക്കില്ലെന്നുള്ളത്. അതുപോലെ സൂരജ് നിന്നെ ഒരിക്കലും കാമുകിയായി അംഗീകരിച്ചിട്ടില്ല. എന്നും നിന്നെ സൂരജ് സുഹൃത്തായിട്ടാ കണ്ടത്. അതിൽ കൂടുതലൊന്നുമില്ല. സൂരജ് എനിക്ക് വെറും സുഹൃത്ത് മാത്രമല്ല. നിനക്ക് തെളിവല്ലേ കാണേണ്ടത്? വാ, ഇത് നോക്ക്. ഇത് നോക്ക്, ഇതൊക്കെ നീ ശ്രദ്ധിച്ചു നോക്ക്. ഇതാണോ ഫ്രണ്ട്ഷിപ്പ്? ഇത് നോക്ക്, ഈ ഫ്രണ്ട്ഷിപ്പിന്റെ കാർഡ്സ് എല്ലാം ചെറുപ്പം മുതല് സൂരജ് എനിക്ക് വേണ്ടി തന്നതാ. അവന്റെ കൈ കൊണ്ടുണ്ടാക്കിയത്. ഇത് കണ്ടോ, ഇത് കഴിഞ്ഞ വർഷം തന്നതാ. ഇത് അതിനു മുൻപുള്ളത്, ഇത് അതിനു മുൻപുള്ളത്. ഇതെല്ലാം നീ നോക്ക്. നിനക്ക് ഇത്രയും തെളിവ് മതിയോ? എന്റെ സൂരജിന്റെ ബന്ധം എന്താണെന്ന് അറിയണ്ടേ? ഇത് കണ്ടില്ലേ നീ? ഇനി നീ പറയ്, നിന്റെ കയ്യിൽ എന്തെങ്കിലും ഒരു തെളിവുണ്ടോ? നീയും സൂരജും തമ്മിലുള്ള ബന്ധം തെളിയിക്കാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടോന്ന്? ഈ മുറിയിലേക്ക് നീ ഒന്ന് നോക്ക്. നിനക്കൊരു കാര്യം അറിയോ? ഞാൻ ശ്വാസം എടുക്കുന്നില്ലേ? എന്റെ ഈ ഓരോ ശ്വാസത്തിലും ഞാൻ സൂരജ് എന്നാ പറയുന്നത്. ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായി കാണുമല്ലോ ഞാനും സൂരജും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം. ഞങ്ങളുടെ വിവാഹം നടക്കാൻ പോവായിരുന്നു. അതിനിടയിലേക്ക് നീ കയറി വന്നത്. നീ വീണ്ടും ഇവിടെ നാടകം കളിച്ചുകൊണ്ടിരിക്കുക. നിനക്ക് ഇത്രയും തെളിവ് കണ്ടാ മതിയോ? നിങ്ങൾക്കിടയിൽ നടന്ന ഈ വിവാഹം വർഷങ്ങളായി പരസ്പരം സ്നേഹിക്കുന്ന ഞങ്ങളുടെ ബന്ധത്തിന്റെ ഇടയിൽ ഒന്നും ആവില്ല. ഞാൻ ആരെയും കല്യാണം കഴിച്ചിട്ടില്ല. ഇതൊരു രക്ഷാകവചം കൂടിയാ. ഇതെല്ലാ ഭർത്താക്കന്മാരും സ്വന്തം ഭാര്യയുടെ കഴുത്തിൽ കെട്ടുമ്പോ അവർക്കൊരു വിശ്വാസം കൊടുക്കുക. അവരെ ഒരിക്കലും കൈവിടില്ലെന്നുള്ള വിശ്വാസം. പക്ഷെ ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. കാരണം നിങ്ങൾ അണിഞ്ഞിരിക്കുന്ന ഈ താലിയോ നിങ്ങളുമായിട്ടുള്ള കല്യാണ ബന്ധമോ എനിക്ക് ഒരു താല്പര്യമില്ല. കാരണം അതിന് ഒരർത്ഥവുമില്ല.
വേണ്ട സൂര്യചേട്ടാ, സൂര്യചേട്ടന് ഒരു തെറ്റും ചെയ്തിട്ടില്ല. മാറി നിൽക്കങ്ങോട്ട്. തെറ്റ് ചെയ്ത മുഴുവൻ ഞാനാണ്. ഇഷയെ ഞാൻ വേദനിപ്പിച്ചോണ്ടിരിക്കുക. ഞാനതിന് ശിക്ഷ അനുഭവിച്ചേ മതിയാവും. വേണ്ട വേണ്ട സൂര്യചേട്ടാ, ഏട്ടത്തിയെ വേദനിപ്പിച്ചു വന്നത് ശരിയാണ്. പക്ഷെ ഇതൊക്കെ ഏട്ടത്തിയുടെ നല്ല ഭാവിക്ക് വേണ്ടി തന്നെയല്ലേ ചെയ്യുന്നത്? ഇന്ന് സംഭവിച്ചതൊക്കെ കണ്ട് ഈശ എന്തുമാത്രം തകർന്നിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ പറയേണ്ടി വന്നിട്ട് എനിക്ക് സ്വയം മരിക്കാൻ തോന്നുക. ജീവിക്കണ്ട. ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഈശയുടെ ഭാഗത്ത് എന്ത് തെറ്റാവുള്ളത്? അവൾ എന്താ ചെയ്തത്? അവളുടെ അച്ഛന്റെ ഓരോ തീരുമാനങ്ങളും പെട്ട് അവൾ ഒരു ഇരയായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ ഞാനും അവളെ വേദനിപ്പിക്ക. നീ പറയ, ഈ പാപം ഞാൻ എവിടെ കൊണ്ട് കഴുകിക്കളയും? ഈ പാപത്തിനുള്ള ശിക്ഷ ഞാൻ അനുഭവിച്ചേ മതിയാകും. ആ വെള്ളത്തിൽ ഉപ്പ് കലക്ക. ഇല്ല, ഞാൻ പറയുന്നത് പോലെ ഉപ്പ് കലക്കാൻ. ഇല്ല ചേട്ടാ, എന്നെ കൊണ്ട് പറ്റില്ല. നീ ചെയ്യില്ലല്ലേ? മാറ്. ഹലോ സാർ. പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. നന്നായി സൂരജ്. സാർ, അച്ഛാ, അച്ഛാ. അച്ഛൻ തന്നെയല്ലേ പറഞ്ഞത് ഇഷയുടെ ജീവിതം എന്നെ പോലൊരു ഗുണ്ടയോടൊപ്പം നശിച്ചു പോകുമെന്ന്? അതുകൊണ്ട് ഇഷയ്ക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവാൻ വേണ്ടിയാണ് ഞാൻ അച്ഛനെ പോലും ഇങ്ങനെ വേദനിപ്പിക്കുന്നത്. ഇല്ലെങ്കിൽ ഇഷ എന്നെ പോലെ ഒരുത്തനോട് ജീവിച്ച് ജീവിതം നശിപ്പിക്കേണ്ടി വരും. എന്നോട് ക്ഷമിക്കാത്ത. ഞാൻ ആരെയും കല്യാണം കഴിച്ചിട്ടില്ല. കാരണം നിങ്ങൾ അണിഞ്ഞിരിക്കുന്ന ഈ താലിയോ നിങ്ങളുമായിട്ടുള്ള കല്യാണ ബന്ധമോ എനിക്ക് ഒരു താല്പര്യമില്ല. കാരണം അതിന് ഒരു അർത്ഥവുമില്ല. കാരണം ഞാനുണ്ടല്ലോ, ഈ ബിന്ദിയെ നല്ലൊരു ശുഭമുഹൂർത്തം നോക്കി കല്യാണം കഴിക്കാൻ പോവുകയാണ്. വർഷങ്ങളായുള്ള ഞങ്ങളുടെ ബന്ധത്തിന് മുന്നിൽ നീയും സൂരജുമായി എന്താണോ സംഭവിച്ചത് അതിനൊരു വിലയുമില്ല. ഇതെന്ത് വിഡിത? ഓരോ വിഡിത്തം കാണിച്ച് നിങ്ങൾ സ്വയം വിഡിയാവുക. നിങ്ങളല്ലേ എന്നോട് പറഞ്ഞത് നിങ്ങളുടെ ബ്രഹ്മചര്യ വ്രതം മുടങ്ങിയ അത് നിങ്ങൾക്ക് വേദന ഉണ്ടാക്കുന്നു. ആ വേദനയാണ് നിങ്ങൾ ഇന്ന് എനിക്ക് നൽകിയത്. ആ വേദന സഹിക്കാം. പക്ഷെ നിങ്ങൾ ഇന്ന് അപമാനിച്ചത്
എന്നെയും എന്റെ കഴുത്തിലെ താലിയെയുമാണ്. ഭാര്യ മുറിയിലുള്ളപ്പോ ഭർത്താവ് പുറത്തു പോയാ അത് ഭാര്യയ്ക്ക് നാണക്കേടാണ്. ഞാൻ എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലേ? നീ എന്റെ ഭാര്യയല്ല, ഞാൻ നിന്റെ ഭർത്താവുമല്ല. നമുക്കിടയിൽ യാതൊരു ബന്ധവുമില്ല. മനസ്സിലായല്ലോ? ഇതുവരെ നിങ്ങൾ തെളിയിച്ചിട്ടില്ലല്ലോ നമ്മുടെ വിവാഹം സത്യമാണോ അതോ കള്ളമാണോ എന്ന്. അതെന്നാണോ തെളിയിക്കപ്പെടുന്നത് അന്ന് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാം. പക്ഷെ അതുവരെ ഞാൻ നിങ്ങളുടെ ഭാര്യ തന്നെയാണ്. അത് നിനക്ക് ഒരിക്കലും തെളിയിക്കാനാവില്ല. ഈ ഭ്രമത്തിൽ നിന്നും നീ എത്രയും പെട്ടെന്ന് പുറത്തു കിടന്നാൽ അത് നിന്റെ ജീവിതത്തിൽ അത്രയും സന്തോഷം ഉണ്ടാക്കും. എന്താ ഇത്? എന്താ ഇതൊക്കെ? നിങ്ങൾ എന്നെ ഭാര്യയായി അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഞാൻ നിങ്ങളെ ഭർത്താവായി കണ്ടു കഴിഞ്ഞു. ഭർത്താവിനെ പട്ടിണിക്കിടാതിരിക്കുന്നത് ഒരു ഭാര്യയുടെ കടമയാ. ഇത് കഴിക്കേ. എനിക്കിപ്പോ തീരെ വിശപ്പില്ല. നിങ്ങൾ ഇങ്ങനെ തന്നെ പറയുന്ന എനിക്ക് നന്നായി അറിയാം. അതുമാത്രമല്ല, ഇത്രയൊക്കെ കള്ളം പറഞ്ഞിട്ട് എങ്ങനെ ഉള്ളിലോട്ട് ആഹാരം ഇറങ്ങുന്നേ? പശ്ചാത്താപം ഉണ്ടാവുമല്ലോ. അതുകൊണ്ടല്ലേ എന്റെ മുഖത്ത് പോലും നിങ്ങൾ നോക്കാത്ത? നിങ്ങളുടെ കണ്ണുകളിൽ തന്നെ അതിനുത്തരവുണ്ട്. ദേ, അവിടെ ആ കണ്ണാടിയിലേക്ക് നോക്കൂ. ഞാനൊരു തെറ്റും ചെയ്തിട്ടുമില്ല. എനിക്ക് അതിന്റെ പേരിൽ ഒരു പശ്ചാത്താപവും ഇല്ല. ഓഹോ, അപ്പൊ നിങ്ങൾ ചെയ്യുന്നൊക്കെ ശരിയാ? തീർച്ചയായും ശരിയാണ്. ശരി. പിന്നെന്താ ആഹാരം കഴിക്കാത്ത? ഒന്നുകിൽ ചെയ്ത കാര്യം ഓർത്ത് വിഷമത്തിലായിരിക്കും, അല്ലെങ്കിൽ ദേഷ്യത്തിലായിരിക്കും. അത് ഉറപ്പാ. എനിക്ക് നല്ല വിശപ്പുണ്ട്. എനിക്ക് ഒരു പ്രശ്നമില്ലെന്ന് ഞാൻ ആഹാരം കഴിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ. ഇതാ കണ്ടോ? സൂരജിന് ഈ ബന്ധം എത്ര പ്രിയപ്പെട്ടതാണെന്ന് എനിക്ക് നന്നായി അറിയാം. ഒരു ചെറിയ വിഷമം ഉണ്ടായാൽ പോലും സൂരജ് ആദ്യം ആഹാരം ഉപേക്ഷിക്കും. എന്നെ ഇന്ന് എത്രത്തോളം വിഷമിപ്പിച്ചോ അതിലും ഇരട്ടി സൂരജ് വിഷമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതിന്റെ പേരിൽ സ്വയം ഇങ്ങനെ ശിക്ഷിക്കേണ്ട ആവശ്യമില്ല. ഐ എം സോറി ഇഷ. ഇഷയുടെ നല്ല ഭാവിക്ക് വേണ്ടി എനിക്കിവിടെ നിന്ന് നിന്നെ പറഞ്ഞയച്ചേ പറ്റൂ.